ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിൻസീസ് ടേസ്റ്റി ബൈറ്റ്സ്. ഇന്നത്തെ റമദാൻ സ്നാക്കിൽ ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാബജിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് പച്ചക്കായ ഞാനത് ചെറുതായിട്ട് സ്ലൈസായി അരിഞ്ഞ് മഞ്ഞളും ഉപ്പും ഉള്ള ഒരു വെള്ളത്തിൽ ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കളർ മാറാതിരിക്കാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കണം. അതിലേക്ക് 4 ടീസ്പൂൺ കടലമാവ്, 4 ടീസ്പൂൺ അരിപ്പൊടി, ഇത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യമായിട്ടുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് പൊടിയുപ്പ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നോക്കിയിട്ട് മാത്രം കൂടുതൽ ചേർത്താൽ മതി. പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു 1/4 ടീസ്പൂൺ തന്നെയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഒരു നിശ്ചിത അളവല്ല, ഞാൻ കുറച്ച് എമൗണ്ടായിട്ടാണ് ഞാൻ ഇവിടെ. പെരിഞ്ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ബേക്കിംഗ് സോഡയും ഷുഗറും ഒരു 1/4 ടീസ്പൂൺ വെച്ച് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് സാധാരണ വെള്ളം, നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള 2 കപ്പ് 250 ml വെള്ളം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കട്ടകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് കൈ വെച്ചത് ബാറ്റർ അധികം ആക്കാതെ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതിലൊത്തിരി വെള്ളം കൂടിപ്പോയാൽ പിന്നെ ബാറ്റർ ഒത്തിരി ലൂസായി പോകും. അപ്പം നമ്മുടെ ഈ കായയിലൊന്നും ബജിയിൽ പിടിക്കില്ല. അപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കാൻ നോക്കുക, കട്ടകളൊന്നുമില്ലാതെ. എന്നിട്ട് ഓരോ കായ എടുത്ത് നമുക്കിതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം. ഒരു 2 മിനിറ്റ്സ് നമുക്കിതുപോലെ ഡിപ്പ് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ നമുക്കിതുപോലെ മിക്സാക്കി വയ്ക്കാം. ഒരു പാനിൽ നമുക്ക് സൺഫ്ലവർ ഓയിലിനാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഡിപ്പ് ചെയ്ത് എല്ലാ പീസും ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ വയ്ക്കുക, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായി ചൂടായിട്ട് വേണം നമുക്ക് ഈ ഓരോ ബജിയും വറുത്തെടുക്കാനായിട്ട്. നമുക്ക് ഓരോ ബജി ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടി പിടിക്കാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഇതുപോലെ നമുക്ക് ഇട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലും പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പുറം ഭാഗം കരിയാനും ഉൾഭാഗം വേവാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ബജിയും നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുത്തു, തിരിച്ചു മറിച്ചതിന് ശേഷം എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിൽ ടിഷ്യൂ വെച്ചിട്ട് നമുക്കിതുപോലെ ജസ്റ്റ് ഇതിൻ്റെ ഓയിലൊക്കെ കളഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗം ഓറഞ്ച് മാറ്റിയെടുത്ത് അതിലാണ് ഞാൻ കെച്ചപ്പ് ഇതിൽ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലെ ഓറഞ്ച് നമുക്ക് ജ്യൂസാക്കിയിട്ട് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്.